എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 4 മാസം അല്ലെങ്കിൽ അങ്ങ് അറ്റം പോയ 4.5 മാസത്തെ സമയമാണ് നമുക്ക് പഠിക്കുവാൻ കിട്ടുന്നത്. തുടർന്ന് റിവിഷനും നടത്തിയിട്ടാണ് നമ്മൾ പരീക്ഷ ഹാളിലേക്ക് പോകേണ്ടത്. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ വിലപ്പെട്ട സമയം അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല പരീക്ഷയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരീക്ഷയോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. അല്ലാതെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചായിരുന്നെങ്കിൽ ഒരു 3 മാർക്ക് കൂടെ കിട്ടിയേനെ, അല്ലെങ്കിൽ 5 മാർക്ക് കൂടെ കിട്ടിയേനെ എന്ന് ഒരുപാട് ആളുകൾ പരീക്ഷയ്ക്ക് ശേഷം പറയാറുണ്ട്. പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ സമയങ്ങളൊക്കെ നിങ്ങൾ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് എല്ലാ തവണയും പറയാറുള്ളത് പോലെ തന്നെ വീണ്ടും സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഒരുപാട് പേര് പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഒരു തസ്തികയാണ്. കാരണം കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു തസ്തികയിൽ നിന്ന് നമുക്കൊരു 3000 അഡ്വൈസുകൾ അല്ലെങ്കിൽ നിയമനങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കേരള PS നടത്തുന്ന വലിയൊരു മത്സര പരീക്ഷ 2027 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ 2027ന്റെ അവസാനം അല്ലെങ്കിൽ 2028 നമുക്ക് സർവീസിൽ പ്രവേശിക്കാവുന്ന വളരെ മാസീവായിട്ടുള്ള ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS പരീക്ഷ. വീണ്ടും 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 പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അവസരം നമ്മുടെ മുമ്പിലേക്ക് ഇനി കിട്ടണമെങ്കിൽ ഒരു 3 വർഷം കഴിയണം. ആ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് ഇത്രയും നിയമനങ്ങൾ പോലും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈയും മെയ്യും മറന്ന് ആത്മാർത്ഥമായിട്ട് 100% എഫോർട്ടോടുകൂടി ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. കാരണം ഈ ഒരു പരീക്ഷ എന്ന് പറഞ്ഞത് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് വിജയിക്കുവാനുള്ള വലിയൊരു അവസരമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ 100% എഫോർട്ടും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പരീക്ഷയോടുകൂടി സർവീസിലേക്ക് എത്തുവാനുള്ള നിങ്ങളുടെ ആ ഒരു കുറേ നാളത്തെ ആഗ്രഹം സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് പോവുകയാണ്. നമ്മൾ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് യൂട്യൂബിനകത്താവുമ്പോൾ സമയപരിമിതി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. അപ്പോൾ സമയപരിമിതികൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാസ് തീർച്ചയായിട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് ആ കാണുന്ന സ്ക്രീനിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് കമ്പനി ബോർഡ് LGS ബാച്ചുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്തുകൊണ്ട് ആ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സമയം കളയാതെ അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രം ആശ്രയിക്കുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും, പക്ഷേ അതിനൊരു സമയം പരിമിതി ഉണ്ടാവും. അത് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല. കാരണം ഞങ്ങൾക്ക് ഒരുപാട് കോഴ്സുകളിലേക്കുള്ള ക്ലാസ്സുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എല്ലാ ഭാഗത്തും ഉണ്ടാകാറുണ്ട്. സമയബന്ധിതമായിട്ട് ഓരോ ദിവസങ്ങൾ ഓരോ ടോപ്പിക്കുകൾ പഠിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിനകത്തേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടന്നു നീങ്ങുക എന്നുള്ളത് മാത്രമാണ് ഏക പോംവഴി. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിച്ച് അതിൻ്റെ പരീക്ഷ എഴുതി ആ ഒരു ടോപ്പിക്കിലെ കൂടുതൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കൂടി ചെയ്തുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഉറപ്പിക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും വലിച്ചിനി ഒരുപാട് നീട്ടുന്നില്ല. എല്ലാവരും ആവശ്യപ്പെട്ട പ്രകാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അറിവുകൾ നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ നമ്മുടെ ഈ പറയുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ 4ാമത്തെ മാത്സിന്റെ ടോപ്പിക്കാണ് ഏത്? ഈ പറയുന്ന ഈ ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരത്തെ ക്ലാസ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അത് നമുക്ക് 3ാമത്തെ ചാപ്റ്ററായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. സോ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. 1ാമത്തെ പോയിന്റ്, എന്താണ് ഭിന്നസംഖ്യകൾ എന്ന് ചോദിച്ചാൽ
എടാ, ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ദാണ്ടേ ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് P/Q രൂപത്തിൽ എഴുതുവാൻ സാധിക്കുന്ന പോസിറ്റീവായിട്ടുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് ഭിന്നസംഖ്യ. പോസിറ്റീവ് ആയിരിക്കണം. അതായത് 2/5 എന്ന് പറയുന്ന ഒരു സംഖ്യ എഴുതി വെച്ചു. ആ 2/5 എന്ന് പറയുന്ന ഒരു സംഖ്യ എഴുതി വെക്കുമ്പോൾ അവിടെ പോസിറ്റീവായിട്ടുള്ള സംഖ്യയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. പോസിറ്റീവായിട്ടുള്ള ഒരു സംഖ്യയാണ് 2/5. കണ്ടോ, 2/5. അതേപോലെ തന്നെ 1/4. ഇതൊക്കെ പോസിറ്റീവായിട്ട് P/Q രൂപത്തിൽ എഴുതുവാൻ സാധിക്കുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് ഭിന്നസംഖ്യകൾ. 3/10 മറ്റൊരു ഭിന്നസംഖ്യയാണ്. അതേസമയം -4/7 എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഭിന്നസംഖ്യയല്ല. കാരണം അത് പോസിറ്റീവ് അല്ല. അപ്പൊ പോസിറ്റീവായിട്ട് എഴുതുന്ന P/Q രൂപത്തില് ഒരു സംഖ്യ ഡിവൈഡഡ് ബൈ മറ്റൊരു സംഖ്യ, ആ രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയും. മുകളിൽ എഴുതുന്ന സംഖ്യ പറയുന്ന പേര് അംശം എന്നും താഴെ നമ്മൾ എഴുതുന്ന സംഖ്യ പറയുന്ന പേര് ഛേദം എന്നുമാണ്. അതായത് 3/10 എന്ന് എഴുതുമ്പോൾ 3/10 എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നസംഖ്യയാണ്. 3 അംശം, 10 ഛേദം എന്ന് ഓർത്തിരിക്കുക. ഇത്രേ ഉള്ളൂ മക്കളെ. ഭിന്നസംഖ്യകൾ നമുക്ക് 3 തരംതിരിക്കുക. അവിടെ സാധാരണ ഭിന്നസംഖ്യ, വിഷമ ഭിന്നസംഖ്യ, മിശ്ര ഭിന്നസംഖ്യ. സാധാരണ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ ഛേദം വലുതും അംശം ചെറുതുമാണെങ്കിൽ, ഛേദം വലുതും അംശം ചെറുതുമാണെങ്കിൽ അത്തരം ഭിന്നസംഖ്യകളെ പറയുന്ന പേരാണ് സാധാരണ ഭിന്നസംഖ്യ എന്ന് പറയും. എക്സാമ്പിൾ പറഞ്ഞാൽ 5/7 എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഭിന്നസംഖ്യയാണ്. ഛേദം വലുത്, അംശമായ 5 ചെറുതാണ്. അപ്പൊ 5/7 എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഭിന്നസംഖ്യയാണെന്ന് മനസ്സിലായി. നേരെ തിരിച്ച് അംശം വലുതും ഛേദം ചെറുതുമാണെങ്കിൽ അത്തരം ഭിന്നസംഖ്യകളെ പറയുന്ന പേരാണ് വിഷമ ഭിന്നം എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ 7/5 എന്ന് പറഞ്ഞാൽ അതൊരു വിഷമ ഭിന്ന സംഖ്യയാണ്. അപ്പോൾ അംശം വലുതും ഛേദം ചെറുതുമാണെങ്കിൽ അത്തരം ഭിന്നസംഖ്യകളെ പറയുന്ന പേര് വിഷമ ഭിന്നം. ഛേദം വലുതും അംശം ചെറുതുമാണെങ്കിൽ അത്തരം ഭിന്നസംഖ്യകളെ പറയുന്ന പേര് സാധാരണ ഭിന്നസംഖ്യ. മിശ്ര ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു എണ്ണൽ സംഖ്യ എഴുതണം, അതിൻ്റെ കൂടെ ഒരു സാധാരണ ഭിന്നസംഖ്യ. കണ്ടോ, ഇങ്ങനെ എഴുതുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് മിശ്ര ഭിന്നസംഖ്യ അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയും. അപ്പൊ ആദ്യം സാധാരണ ഒരു നമ്പർ എഴുതുക, ഒരു എണ്ണൽ സംഖ്യ എഴുതുക, അതിനോട് ചേർന്നൊരു സാധാരണ ഭിന്നസംഖ്യ എഴുതി വെച്ചാൽ ആ രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് മിശ്ര ഭിന്നസംഖ്യ അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, മറന്നു പോകാൻ പാടില്ല. ഇനി ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഒന്നാമത്തത് സാധാരണ ഭിന്നസംഖ്യ, വിഷമ ഭിന്നസംഖ്യ, മിശ്ര ഭിന്നസംഖ്യ. ഇവിടെ വിഷമ ഭിന്നസംഖ്യകളുടെ പ്രത്യേകത ഉത്തരം എല്ലായ്പ്പോഴും 1 കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ഭിന്നസംഖ്യയുടെ വില 1 ചെറുതാണെങ്കിൽ അത് എല്ലായ്പ്പോഴും സാധാരണ ഭിന്നസംഖ്യയായിരിക്കും. 1 കൂടുതലാണെങ്കിൽ അത് വിഷമ ഭിന്ന സംഖ്യയായിരിക്കും. ആ വിഷമ ഭിന്നത്തിനെ നിങ്ങൾക്ക് മിശ്ര ഭിന്നമാക്കി മാറ്റാനും പറ്റും. അപ്പോൾ 1 കൂടുതലാണെങ്കിൽ അത് വിഷമ ഭിന്നമായിരിക്കും അല്ലെങ്കിൽ മിശ്ര ഭിന്നമായിരിക്കും എന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി പരീക്ഷയ്ക്ക് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGS പരീക്ഷ 7ാം ക്ലാസ് യോഗ്യതയുള്ള 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എഴുതുവാൻ സാധിക്കുന്ന ഒരു സാധാരണ മത്സര പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS പരീക്ഷ. അപ്പോൾ ആ ചോദ്യങ്ങളുടെ നിലവാരം എന്ന് പറയുന്നത് 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ എഴുതാൻ പറ്റുന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. അപ്പൊ പഠിക്കുമ്പോൾ ആ ഒരു വസ്തുത മനസ്സിലാക്കി പഠിക്കാതെ പോയാൽ, നിങ്ങൾ ആഴത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് പോയാൽ അത് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല.
അത് +2 നിലവാരത്തിലുള്ള പരീക്ഷകൾക്കോ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ നിലവാരത്തിലുള്ള പരീക്ഷകൾക്കോ മാത്രമായിട്ടോ നിങ്ങൾ കേന്ദ്രീകരിച്ച് പോകുന്നു. നിങ്ങൾ എഴുതാൻ പോകുന്ന തസ്തിക ഒരു കമ്പനി ബോർഡ് LGS പരീക്ഷയാണെന്നുള്ള കാര്യം മറന്നു പോകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു പരീക്ഷാ രീതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത്. അവരെന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് പഠിച്ചു പോകാൻ നിങ്ങൾ ശ്രമിക്കണം. താണ്ടാ 12/5 മിശ്ര ഭിന്ന രൂപം ഏതാണ്? തന്നിരിക്കുന്നത് വിഷമ ഭിന്ന സംഖ്യ. മക്കളെ, വിഷമ ഭിന്ന സംഖ്യക്ക് തുല്യമായ മിശ്ര ഭിന്ന സംഖ്യ എഴുതാൻ പറഞ്ഞാൽ, എടാ കുഞ്ഞുങ്ങളെ, ദാണ്ടേ 12നെ നിങ്ങൾ 5 കൊണ്ട് ഹരിക്കുക. 2 5 10 ശിഷ്ടം 2 എന്ന് വരും. കണ്ടോ? ഇത് നിങ്ങൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതണം. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാല് ക്ലോക്ക് കറങ്ങുന്ന ദിശയുടെ എതിർദിശ, ആന്റി ക്ലോക്ക് വൈസ്. ആദ്യം ഹരണഫലം എഴുതണം. കണ്ടോ? ഇതാണ് ഹരണഫലം. മുകളിൽ കിടക്കുന്ന സംഖ്യ എഴുതുക. പിന്നെ സൈഡിൽ കിടക്കുന്ന സംഖ്യ എഴുതണം. സൈഡിൽ കിടക്കുന്ന സംഖ്യ പറയുന്ന പേര് ഹാരകം എന്നാണ്. അറിയാത്തവർ അത് നോട്ട് ചെയ്തോണം. ഹാരകം എന്ന് പറയും. പിന്നെ അതിൻ്റെ മുകളില് താഴെ കിടക്കുന്ന സംഖ്യ നമ്മൾ ശിഷ്ടം എന്ന് പറയും. ഇതാണ് ഉത്തരം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ മുകളിൽ കിടക്കുന്ന സംഖ്യ പറയുന്ന പേര് ഹരണഫലം, സൈഡിൽ കിടക്കുന്നത് ഹാരകം, താഴെ കിടക്കുന്നത് ശിഷ്ടമാണെങ്കിൽ അകത്ത് കിടക്കുന്ന സംഖ്യ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ, എടാ ഹാര്യം എന്നാണ് പറയുന്നത്. അപ്പൊ എഴുതുന്ന രീതി മനസ്സിലായല്ലോ. ആദ്യം ഹരണഫലം, പിന്നെ ഹാരകം, ഹാരകത്തിന്റെ മുകളിലെ ശിഷ്ടം എഴുതി വെക്കുക. ഉത്തരം 2ഉം 5ൽ 2 എന്ന് വരും. റൈറ്റ് ആൻസർ. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഇട്ടില്ലെങ്കിൽ മോശമല്ലേ? നിങ്ങൾ എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് 19/7 മിശ്ര ഭിന്ന രൂപം സ്വന്തമായിട്ടൊന്ന് ചെയ്തടാ പിള്ളേരെ. 19നെ 7 കൊണ്ട് ഹരിക്കുക. 19നെ 7 കൊണ്ട് ഹരിച്ചാൽ 2 7 14 ശിഷ്ടം 5. കണ്ടോ? ആദ്യം ഹരണഫലം എഴുതി, പിന്നെ ഹാരകം എഴുതി, ഹാരകത്തിന്റെ മുകളിലെ ശിഷ്ടം എഴുതി വെച്ചു. ഉത്തരം 2ഉം 7ൽ 5 എന്ന് വരും. റൈറ്റ് ആൻസർ. ക്ലിയർ ആണ്. അടുത്തത് 29/8 ആണ്. ഇതാണ്ടേ 29നെ നമ്മൾ 8 കൊണ്ട് ഹരിച്ചു. 3 8 24 ശിഷ്ടം 5. ആദ്യം ഹരണഫലം എഴുതുക, പിന്നെ ഹാരകം എഴുതണം, ഹാരകത്തിന്റെ മുകളിലെ ശിഷ്ടം എഴുതുക. ഉത്തരം 3ഉം 8ൽ 5 എന്ന് എഴുതി അവസാനിപ്പിക്കുക. അതായിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നമാക്കി മാറ്റാൻ നമ്മൾ ഇപ്പോൾ പഠിച്ചു. എഴുതുന്ന രീതി ഞാൻ പറഞ്ഞു തന്നല്ലോ. അടുത്തത് മക്കളെ, മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നമാക്കി മാറ്റാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നുമില്ലടാ, ചെയ്യേണ്ട പരിപാടി 12ഉം 5ൽ 2 അവര് തരുന്നു. ചെയ്യേണ്ട പരിപാടി, ആ ഛേദം ഉണ്ടല്ലോ, ഛേദം എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്ന സംഖ്യ, അത് തന്നെയാണ് ഉത്തരത്തിന്റെ ഛേദം. അപ്പൊ 5 ആയതുകൊണ്ട് 5 എന്നങ്ങ് എഴുതുക. ഛേദം കിട്ടി. അപ്പൊ നിങ്ങൾ പറയും, സാറേ അംശം എങ്ങനെ കണ്ടുപിടിക്കും? മക്കളെ, അംശം കണ്ടുപിടിക്കാൻ ക്രോസ് ആയിട്ട് ഗുണിക്കുക, പഴയ അംശം കൂട്ടുക. ഒന്നും കൂടെ പറഞ്ഞേടാ. ക്രോസ് ആയിട്ട് ഗുണിക്കുക, പഴയ അംശം കൂട്ടുക. ക്രോസ് ആയിട്ട് ഗുണിക്കുക, പഴയ അംശം കൂട്ടുക. 12ഉം 5ഉം കൂടെ ഗുണിച്ചാൽ എത്ര? 12 5 60. 60ന്റെ കൂടെ 2 കൂട്ടിയാൽ 62. നമ്മുടെ ആൻസർ 62/5. കിട്ടിയോ? അപ്പൊ ഇതൊന്ന് പിടിച്ചാട്ടെ. ഛേദം 7 എഴുതി വെച്ചു ആണോ? ഇനി ഇതൊന്ന് പിടിച്ചാട്ടെ. ക്രോസ് ആയിട്ട് ഗുണിക്കുക. 16ഉം 7ഉം കൂടെ ഗുണിച്ചാൽ 6 7 42 4. 1 7 4 11 112 വരും. ആ 112ന്റെ കൂടെ പഴയ ശിഷ്ടമായ 3 കൂട്ടിയാൽ 112 3ഉം 115. നമ്മുടെ ആൻസർ 115/7. സെറ്റല്ലേ? ക്രോസ് ആയിട്ട് ഗുണിക്കുക, പഴയ അംശം കൂട്ടുക. ഛേദം എല്ലായ്പ്പോഴും ചോദ്യത്തിന്റെ ഛേദം എന്താണോ അത് തന്നെയാണ് ഉത്തരത്തിന്റെ ഛേദം. അടുത്ത ക്വസ്റ്റ്യൻ ദാണ്ടേ, ഭിന്നസംഖ്യകളെ കൂട്ടാനോ കുറയ്ക്കാനോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഛേദം സെയിം ആണെങ്കിൽ ദാണ്ടേ 1/9 പ്ലസ് 2/9 പ്ലസ് 5/9 വില എത്ര എന്നാണ് ചോദ്യം. ഛേദം സെയിം ആണെങ്കിൽ ആ ഛേദസംഖ്യ 9 അല്ലേ, അതുപോലെ അങ്ങ് എഴുതണം.
എഴുതി വെച്ചു. ഇനി അംശങ്ങൾ നോക്കുക. ആദ്യം 1, പിന്നെ പ്ലസ്, അടുത്തത് 2, പിന്നെയും പ്ലസ്, അടുത്തത് 5. കണ്ടോ? ആ ഛേദം സെയിം ആണെങ്കിൽ ആ ഛേദം അതുപോലെ അങ്ങ് എഴുതുക. ഛേദം 9 സെയിം ആണ്, ഛേദം അതുപോലെ തന്നെ എഴുതി വെച്ചു. അംശങ്ങൾ ആ ക്രമത്തിൽ 1 + 2 + 5 എഴുതി വെച്ചു. 5ഉം 2ഉം കൂടെ കൂട്ടിയാൽ 7, 7 1ഉം കൂടെ കൂട്ടിയാൽ 8. ഉത്തരം 8/9 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോടാ? ഓക്കെ അല്ലേ? ഒന്നും കൂടെ പിടിച്ചോ. ഛേദങ്ങൾ സെയിം ആയിട്ടുള്ള ഭിന്നസംഖ്യകൾ തന്നിട്ട് കൂട്ടാനോ കുറയ്ക്കാനോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കണ്ണും പൂട്ടി ഛേദം സെയിം ആണോ ആ ഛേദം തന്നെയാണ് ഉത്തരത്തിന്റെ ഛേദം. അംശമാണ് പിന്നെ വേണ്ടത്. ആ ക്രമത്തിന് അങ്ങ് എഴുതി വെക്കുക. പണി കഴിഞ്ഞ്. അപ്പൊ ഇതൊന്ന് അടിച്ച എല്ലാവരും. 5/11 + 4/11 + 9/11 + 8/11 വില എത്ര? ദാണ്ടേ 11 അതുപോലെ അങ്ങ് എഴുതി 5 + 4 + 9 + 8 മനസ്സിൽ കൂട്ടിക്ക്. 5ഉം 4ഉം കൂടെ കൂട്ടി എത്ര? 9. ആ 9ന്റെ കൂടെ വീണ്ടും 9 കൂട്ടി എത്ര? 18. 18ന്റെ കൂടെ വീണ്ടും 8 കൂട്ടടാ. 18 8ഉം 26. ഉത്തരം എത്ര? 26/11. സംഭവം സെറ്റ്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഛേദങ്ങൾ സെയിം ആണെങ്കിൽ ഇത്തരത്തിൽ ചെയ്ത് അവസാനിപ്പിക്കണം. അപ്പൊ താണ്ടേ ഒരു ക്വസ്റ്റ്യനും കൂടെ പിടിച്ചോ. താണ്ടേ ഛേദമെല്ലാം 13 എഴുതി വെച്ചു. അംശം 12 എഴുതി വെച്ചു. പ്ലസ് ആയതുകൊണ്ട് +5, -4, -1. ഇനി അത് പഴയതുപോലെ 12ഉം 5ഉം കൂടെ കൂട്ടി എത്ര? 17. 17 4 കുറച്ചാൽ എത്ര? 17 4 കുറച്ചാൽ 13. 13 1 കുറച്ചാൽ എത്ര? 13 1 കുറച്ചാൽ 12. ഉത്തരം 12/13 ഈസ് ദ റൈറ്റ് ആൻസർ. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഛേദങ്ങൾ സെയിം ആയിട്ടുള്ള ഭിന്നസംഖ്യകൾ തന്നിട്ട് കൂട്ടാനോ കുറയ്ക്കാനോ ചോദിച്ചാൽ ഛേദം അതേപോലെ എഴുതുക, അംശം അതേപോലെ അങ്ങോട്ട് എഴുതി വെക്കുക. പരിപാടി കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ഛേദങ്ങൾ സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മക്കളെ ഛേദങ്ങൾ സെയിം അല്ലെന്നുണ്ടെങ്കിൽ എത്ര ഭിന്നസംഖ്യ ഉണ്ടെന്ന് നോക്കണം. എത്ര എണ്ണം ഉണ്ടാ ഈ ക്വസ്റ്റ്യനില്? 2 എണ്ണമല്ലേ ഉള്ളൂ. 2/7 + 3/5 അല്ലേ? ആകെ 2 ഭിന്നസംഖ്യകൾ മാത്രമേ ഉള്ളെങ്കിൽ ദാ പിടിച്ചു, മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് മെത്തേഡ്. ഏത് മെത്തേഡാ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മുടെ മെത്തേഡ്. ഒന്നുമില്ല, ക്രോസ് ചെയ്താൽ മതി. 2ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 10 പ്ലസ് 7ഉം 3ഉം കൂടെ ഗുണിച്ചാൽ 21 ഡിവൈഡഡ് ബൈ, ഇനി ഛേദങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്ത് ഛേദത്തിൽ എഴുതണം. 7ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 35. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ താഴോട്ട് ക്രോസ് ചെയ്തു, മേപ്പോട്ട് ക്രോസ് ചെയ്തു. ഇനി നമുക്ക് ഉത്തരത്തിന്റെ ഛേദം വേണ്ടടാ. ഉത്തരത്തിന്റെ ഛേദത്തിന് വേണ്ടിയിട്ട് ചോദ്യത്തിലെ ഛേദങ്ങൾ തമ്മിൽ പരസ്പരം ക്രോസ് ചെയ്യുക. 7ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 35. 21ഉം 10ഉം കൂടെ കൂട്ടിയാൽ 31. 31 ഡിവൈഡഡ് ബൈ 35. ഉത്തരം 31/35 ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ആകെ 2 ഭിന്നസംഖ്യകളെ ഉള്ളെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു ശരിയായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. തൊട്ടടുത്ത താഴെ ചോദ്യം 3/10 + 4/7 വില എത്ര എന്നാണ് ചോദ്യം. പഴയതുപോലെ 3ഉം 7ഉം കൂടെ ഗുണിച്ചാൽ 21 പ്ലസ് ചിഹ്നം കൊടുത്തു. 10ഉം 4ഉം കൂടെ ഗുണിച്ചാൽ 10 × 4 40 എഴുതി വെച്ചു. ഡിവൈഡഡ് ബൈ ഛേദങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്യുക. 10ഉം 7ഉം കൂടെ ഗുണിച്ചാൽ 10 × 7 70 വരും. 40ഉം 21ഉം കൂടെ കൂട്ടിയാൽ 61. 61 ഡിവൈഡഡ് ബൈ 70 ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഉത്തരം 61 ഡിവൈഡഡ് ബൈ 70 ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ 2 എണ്ണമേ ഉള്ളെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. 2-ലധികം ഭിന്നസംഖ്യകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്? മക്കളെ 2-ലധികം മെത്തേഡ് ഉണ്ടെങ്കിൽ ദാ പിടിച്ചോടാ, LCM മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് അപ്ലൈ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? എന്ത് മെത്തേഡാണ്? LCM മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ LCM മെത്തേഡ് എങ്ങനെയാണ്?
എടാ LCM മെത്തേഡ് വഴി ഭിന്നസംഖ്യകളെ കൂട്ടാനോ കുറയ്ക്കാനോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഛേദങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ഉത്തരത്തിന്റെ ഛേദമായിട്ട് പരിഗണിക്കുക. ഒന്നും കൂടെ ആഞ്ഞുപിടി എൻ്റെ കൂടെ. എൻ്റെ കൂടെ പറയാം. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഛേദങ്ങളുടെ LCM എടുത്തിട്ട് അതിനെ ഉത്തരത്തിന്റെ ഛേദമായിട്ട് പരിഗണിക്കുക. ഒന്നും കൂടെ. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഛേദങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ഉത്തരത്തിന്റെ ഛേദമായിട്ട് പരിഗണിക്കുക. അതാണ്ടേ 4 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. 3, 4, 6 LCM. 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട് LCM. 3 കൊണ്ട് ഘടകക്രിയ ചെയ്യാം. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 4നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് 4 താത്തിറക്കിയടാ. 6നെ 3 കൊണ്ട് ഹരിച്ചാൽ മക്കളെ 2 ആണ്. വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 1നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് 1 താത്തിറക്കി. 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2, 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1. ഇനി എല്ലാം കൂടെ ഗുണിക്കുക. 3 2 6, 6 × 1 6, 6 2 12, 12 × 1 12. അപ്പോൾ ഛേദങ്ങളുടെ LCM ആയ 12നെ ഉത്തരത്തിന്റെ ഛേദമായിട്ട് അങ്ങ് പരിഗണിച്ചു. ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഛേദങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ഉത്തരത്തിന്റെ ഛേദമായിട്ട് പരിഗണിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി ചെയ്യേണ്ട പരിപാടി ഈ ഛേദത്തിനെ ഓരോ ഛേദം കൊണ്ട് ഹരിക്കുക, ആ കിട്ടുന്ന ഉത്തരത്തിനെ അംശം കൊണ്ട് ഗുണിക്കുക. ഹരിക്കുക, ഗുണിക്കുക, ഹരിക്കുക, ഗുണിക്കുക, ഹരിക്കുക, ഗുണിക്കുക, ഹരിക്കുക, ഗുണിക്കുക. അങ്ങനാണെങ്കിൽ 12/4 3, 3 × 3 9 പ്ലസ് 12/3 4, 4 × 5 20 പ്ലസ് 12/6 2, 2 × 7 14. 20ഉം 9ഉം കൂടെ കൂട്ടിയാൽ 29. 29ഉം 14ഉം കൂടെ കൂട്ടി 29, 4, 33, 10 43 ആണ്. 43/12 എന്ന് വരും റൈറ്റ് ആൻസർ. ക്ലിയർ ആണേ? ഒന്നും കൂടെ പറഞ്ഞു തരാം. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഛേദങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ഉത്തരത്തിന്റെ ഛേദമായിട്ട് പരിഗണിക്കുക. എന്നിട്ട് ആ ഛേദം കിട്ടി. ആ ഛേദത്തിനെ ഓരോ ഛേദം കൊണ്ട് ഹരിക്കുക, ആ കിട്ടുന്ന ഉത്തരത്തിനെ അംശം കൊണ്ട് ഗുണിക്കുക. മനസ്സിൽ ചെയ്യണം. ഈ കിട്ടുന്ന ഛേദത്തിനെ ഓരോ ഛേദം കൊണ്ട് ഹരിക്കുക, ആ കിട്ടുന്ന ഉത്തരത്തിനെ അംശം കൊണ്ട് ഗുണിക്കുക എന്നുള്ളത് മനസ്സിൽ ചെയ്തിട്ട് അതിന്റെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം. അപ്പൊ ഇവിടെ 12/4 3, 3 × 3 9, 12/3 4, 4 × 5 20, 12/6 2, 2 × 7 14. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞാലോ? 8 16 48 എന്നുള്ളതാണ് ഛേദം. അപ്പൊ നിങ്ങൾ പറയും, സാറേ 8 16 48 ഞങ്ങൾ LCM ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. നിങ്ങൾ കണ്ടുപിടിക്കടാ. 2 കൊണ്ട് ചെയ്യും, അല്ലെങ്കിൽ 3 കൊണ്ട് ചെയ്തു, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, 8ന്റെയും 16ന്റെയും 48ന്റെയും LCM ആണ് വേണ്ടത്. നിങ്ങൾ ഒരു പോയിന്റ് മാത്രം ഒന്ന് എക്സ്ട്രാ ഓർത്തിരിക്കുക. അതുപോലെ ചെയ്താലും മതി, നോ പ്രോബ്ലം. എന്നിരുന്നാലും ഒരു പോയിന്റ് എക്സ്ട്രാ നോട്ട് ചെയ്യുക. ഇവിടെ കുഞ്ഞുങ്ങളെ അതിനകത്ത് ഏറ്റവും വലിയ സംഖ്യ ഏതാ? 8 16 48. ഏറ്റവും വലിയ സംഖ്യ ഏതാ? ഏറ്റവും വലിയ സംഖ്യ 48 അല്ലേ? ആണോ? ആണ്. ആ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? 48നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 48നെ 16 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനാണെങ്കിൽ കണ്ണും പൂട്ടി ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും LCM. അത് കൊള്ളാമല്ലോ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ടെല്ലാം പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും LCM. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ 48. 48നെ 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം, 16 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. സോ 48 ആണ് LCM എന്ന് മനസ്സിലായി. അപ്പൊ അതിനെ നമുക്ക് ഛേദമായിട്ട് അങ്ങ് പരിഗണിക്കുക. 48നെ 8 കൊണ്ട് ഹരിച്ചാൽ 6, 6 × 5 30 പ്ലസ് 48നെ 16 കൊണ്ട് ഹരിച്ചാൽ 3, 3 × 7 21. 48നെ 48 കൊണ്ട് ഹരിച്ചാൽ 1, 1 × 5 5. 30ഉം 21ഉം കൂടെ കൂട്ടിയ 51, 51 5 56, 56/48 എന്ന് വരും.
56 48 കൂടെ നമുക്ക് 8 കൊണ്ട് വെട്ടാം. കാരണം രണ്ടുപേരും 8ന്റെ ഗുണിതങ്ങളാണ്. 8 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 8 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം. ഈ വെട്ടുക എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് അയ്യോ എന്തു സാറേ ഭയങ്കര സംഭവം, ഒന്നും ഇല്ലടാ. എടാ വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. ഇതാണ്ടേ 56 48 കൂടെ 8 കൊണ്ട് വെട്ടാം. കാരണം ഇവന്മാര് രണ്ടുപേരും 8ന്റെ ഗുണിതങ്ങളാണ്. 8 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 8 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം. 56നെ 8 കൊണ്ട് ഹരിച്ചാൽ 7 അല്ലേ? 56 ഡിവൈഡഡ് ബൈ 8 എത്ര? 7 8 56. 48നെ 8 കൊണ്ട് ഹരിച്ചാൽ 6 8 48. അപ്പൊ ഉത്തരം എത്ര? 7/6 എന്ന് വരും റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് ഭിന്നസംഖ്യകളെ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ ഒരു മൈനസ് വന്നു കഴിഞ്ഞാൽ കുറച്ചു, അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ പറയും സാറേ ഗുണിക്കാനും ഹരിക്കാനും കൂടെ ഉള്ളത് ഒന്ന് പറഞ്ഞു തരാമോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അത് അടുത്ത വീഡിയോ ആയിട്ട് അങ്ങ് ഉൾപ്പെടുത്താം. കാരണം ഇത്രയും നിങ്ങളങ്ങ് പഠിച്ച് സെറ്റാക്കണം. അപ്പൊ ഭിന്നസംഖ്യകൾ നമ്മൾ എന്താണെന്ന് പഠിച്ചു, ഭിന്നസംഖ്യകൾ എത്ര ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു, ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും വരെ നമ്മൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 ഞാൻ ഗുണിക്കാൻ പഠിപ്പിക്കും, തുടർന്ന് ഹരിക്കാൻ പഠിപ്പിക്കും, വലുതേത് ചെറുതേത്, ആരോഹണ ക്രമം അവരോഹണ ക്രമം, ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏത്, ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ചെയ്തെടുക്കാനുള്ള എളുപ്പ വഴി കിട്ടും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഓരോരുത്തരും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ പാർട്ട് 2 എന്ന് കമന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അടുത്ത വീഡിയോയിലെ പാർട്ട് 2 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഈ വീഡിയോയുടെ റെസ്പോൺസ് നോക്കും. കാരണം നിങ്ങൾ ഇത് പഠിക്കുന്നുണ്ടോ എന്ന് അറിയണം. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെട്ടു എങ്കിൽ മാത്രമല്ലേ അടുത്ത ഭാഗം ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇത് വൃത്തിയായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, നോട്ട് എഴുതി വൃത്തിയായിട്ട് പഠിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇതിന് താഴെ വന്ന് പാർട്ട് 2 എന്ന് കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങളുടെ റെസ്പോൺസ് നോക്കിയിട്ട് അടുത്ത ഭാഗത്ത് ഗുണിക്കാനും ഹരിക്കാനും വലുതേത് ചെറുതേത് ആരോഹണം അവരോഹണം ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയ കമ്പനി ബോർഡ് എൽജിഎസ് പരീക്ഷാ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് സമയബന്ധിതമായിട്ട് നിങ്ങൾക്ക് കാലതാമസം കൂടാതെ ഓരോ ക്ലാസ്സുകൾ നോക്കി പഠിക്കാവുന്നതാണ്. അതേപോലെ അതിൻ്റെയൊക്കെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ലൈവ് നമ്മൾ വൈകുന്നേരങ്ങളിലെ സൂം പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് സംശയങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകളും CC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം ബാച്ചുകൾ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. അതല്ലാതെ പ്രതിസന്ധികളാണ്, എനിക്ക് മൊത്തം പ്രതിസന്ധികളാണ്, എനിക്ക് മൊത്തം പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് കരുതി ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ആ പ്രതിസന്ധികൾ അവസാനിക്കുമ്പോൾ പഠിക്കാൻ തുടങ്ങാം എന്ന് പറയുന്നവനൊക്കെ ഏറ്റവും മണ്ടത്തരമായിരിക്കും ജീവിതത്തിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്രതിസന്ധികൾ മാറിയതിനു ശേഷം പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ചെയ്യുന്ന അനീതിയായിട്ട് അത് നിങ്ങളുടെ ജീവിത ചരിത്രം രേഖപ്പെടുത്തും. അപ്പൊ അതുകൊണ്ട് പ്രതിസന്ധികൾക്കിടയിലും ഇത്തരം കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി മുമ്പോട്ട് പോകുന്നവൻ അവസാനം വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ എല്ലാ സജഷൻസും വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തണം. അതിനനുസരിച്ച് നമുക്ക് നിങ്ങളെ സഹായിക്കുവാൻ കൂടി സാധിക്കും. കമ്പനി ബോർഡ് എൽജിഎസ് പരീക്ഷ മാത്സ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ 6ാമത്തെ അല്ലെങ്കിൽ 7ാമത്തെ ക്ലാസ് ആണ് ഇന്ന് പോകുന്നത്. അടുത്ത ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു സെഷൻ നമുക്ക് വീണ്ടും കാണാടാ കുഞ്ഞുങ്ങളെ. നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ അവസാന ഘട്ടത്തിൽ വീണ്ടും പറയാനുള്ളൂ. മറ്റൊരു സെഷന് വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കമ്പനി ബോർഡ് എൽജിഎസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ഐക്കൺ കൂടി അമർത്തിക്കൊണ്ട് നിങ്ങൾ ആദ്യം വരുന്ന നോട്ടിഫിക്കേഷൻസ് നോക്കിക്കൊണ്ട് വൃത്തിയുള്ള നോട്ടുകൾ എഴുതി തയ്യാറാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. ബൈ.